അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു, ചില അടിമത്തങ്ങൾ വർഷങ്ങൾ കൊണ്ട് നമ്മളുടെ മേലെ പിന്തുടരുന്ന, അല്ലെങ്കിൽ നമ്മൾ എവിടെ പോയാലും നമ്മുടെ ഫോളോ ചെയ്യുന്ന അടിമത്തങ്ങൾ പൊട്ടുന്ന പകൽക്കാലമാണിന്ന്. ആമേൻ. ആയിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ വിശ്വാസത്തോടെ ആയിരുന്നാട്ടെ. അതിനാധാരമായി നമുക്ക് വായിക്കാം ഫിലിപ്പിയൻസ് എഴുതിയ ലേഖനം 3-ാം അധ്യായം 21-ാം വാക്യവും, ഫിലിപ്പിയൻസ് 3:1, റോമർ 8:13 താഴോട്ട്. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അടുത്ത റോമൻസ് 8:13 താഴോട്ട്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. താഴോട്ട്. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ആമേൻ. ഫിലിപ്പിയൻസ് എഴുതിയ ലേഖനം 3-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ നമുക്ക് സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ദൈവം സ്വന്തം മക്കൾക്ക് തന്ന പ്രോമിസാണ് ഫിലിപ്പിയൻസ് എഴുതിയ ലേഖനം 3-ാം അധ്യായം 21-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആമേൻ. നമ്മുടെ താഴ്ചയുള്ള ഈ ശരീരത്തെ, തൻ്റെ മഹത്വമുള്ള ശരീരത്തെ, ആമേൻ. അപ്പോൾ നമ്മുടെ ശരീരം എന്തായിരുന്നു? താഴ്ചയുള്ള ശരീരം. നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തിൽ എന്തുണ്ടായിരുന്നു? അടിമനുകം, അടിമത്വം ഉണ്ടായിരുന്നു. ആമേൻ. ഇന്ന് ഞാൻ പറയട്ടെ, എന്നെ കേൾക്കുന്ന പ്രിയ സഭയോട് ഞാനൊരു കാര്യം വിളിച്ചു പറയട്ടെ. നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോടെ രൂപാന്തരപ്പെടുത്തണമെങ്കിൽ വർഷങ്ങൾ കൊണ്ട് നമ്മളെ ഫോളോ ചെയ്ത് വരുന്ന ചില അടിമനുഖങ്ങൾ ഇന്ന് പകൽക്കാലം പൊട്ടുന്ന പകലാണ്. ഹോ റീബബ ഷാധാനബറ ദുരികതല ഹത്തൽ കമാനിയ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്കൊരു വെളിപ്പാട് ഇങ്ങനെ കാണിക്കുകയാണ്. ആമേൻ. ഇസ്രായേൽ മക്കൾ 400 വർഷം അടിമത്തത്തിൽ ഫറവോന്റെ സ്ഥലത്തായിരുന്നപ്പോൾ ആമേൻ മോശയോട് കർത്താവ് ഇടപെട്ട് ഇസ്രായേൽ മക്കളെ അവിടെ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്നു. ആമേൻ. ഇസ്രായേൽ മക്കളെ അവിടെ നിന്ന് വിടുവിക്കേണ്ടതിന് കർത്താവ് തന്റെ കൈകളിലുള്ള 10 ബാധയെ അവിടെ അഴിച്ച് ആമേൻ ഇസ്രായേൽ മക്കളെ അവിടെ നിന്ന് വിളിച്ച് വേർതിരിച്ചു കൊണ്ടുവരുമ്പോൾ, ചെങ്കടലിന്റെ മുമ്പേ വരുമ്പോൾ പിന്നെയും ഫറവോന്റെ സൈന്യം ഫോളോ ചെയ്തു വരുന്നു. ആമേൻ. അങ്ങനെ ഫോളോ ചെയ്തു വരുന്ന ചില അടിമനുഖത്തിന്റെ ഫറവോൻ സ്പിരിറ്റുകൾ I break it in the name of Jesus. Riba shadhala baba baba. Oh Rama second ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സിജി എന്ന പേരെന്നെ ആമേൻ കാണിക്കുന്നു. സിജി ലീമ ഷാധാന ബബ ബബ ലാഭ തലവരകസ്യാതന. സിജി ഭവനത്തിനകത്ത് ചില അടിമനുഖങ്ങൾ ചില വർഷങ്ങൾ കൊണ്ട് നിങ്ങളെ ഫോളോ ചെയ്തു വരുന്ന ചില അടിമത്വങ്ങൾ പൊട്ടുന്ന പകലാണ്. ഓ റീബ ബബ 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 ഷാധാന ബ സഫരകസ്യ ബബ 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 ഷാധാന ബബ ബബ. ആമേൻ ആമേൻ. ഓ ആമേൻ. നമ്മുടെ താഴ്ചയുള്ള ഈ ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് രൂപാന്തരപ്പെടുത്തും. എങ്ങനെ രൂപാന്തരപ്പെടുത്തും? ആമേൻ. നമ്മുടെ ശരീരം ഒരു നിമിഷം എന്തായിരുന്നു? താഴ്ചയുള്ള ശരീരം. ആമേൻ. എന്താണ് ഈ താഴ്ച? എവിടെയാണ് ഈ അടിമത്വം വസിക്കുന്നത്? നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്താണ് അടിമത്വം. ആമേൻ. വർഷങ്ങൾ കൊണ്ട് നീ ദൈവത്തെ ആരാധിക്കുന്നതായിരിക്കാം, വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം, വർഷങ്ങളുടെ പാരമ്പര്യം ഉണ്ടായിരിക്കാം, വർഷങ്ങളുടെ അഭിഷേകം ഉണ്ടായിരിക്കാം, എല്ലാരെക്കാളും വെറൈറ്റി ആയിട്ടുള്ള അന്യഭാഷ ഉണ്ടായിരിക്കാം. പക്ഷേ എന്തുകൊണ്ട് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്തം നിനക്ക് പരിപൂർണമായി ഇതുവരെ നിനക്ക് പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് കാരണം? നിങ്ങളുടെ ഉള്ളിനകത്തിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മേലെ അതോറിറ്റി ചെയ്യുന്ന, അധികാരത്തെ ചെയ്യുന്ന ചില അടിമത്വങ്ങൾ നിങ്ങളുടെ മധ്യ ശരീരങ്ങളെ ആയിരിക്കുന്നത് കൊണ്ടാണ്. ആമേൻ. ഞാൻ ഇന്ന് പകൽക്കാലം ഒന്ന് പറഞ്ഞാട്ടെ, എന്താണ് താഴ്ച? എന്താണ് അടിമത്തം? എന്തിൽ നിന്നാണ് കർത്താവ് തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തിയത്? ആമേൻ. ഇവിടെ എന്നെ ഏറെ സ്ട്രൈക്ക് ചെയ്ത ഒരു വേർഡ് ഉണ്ട്, അനുരൂപം എന്ന് വെച്ചാൽ എന്താണ്? ആമേൻ. അതുപോലെ
ആമേൻ, എന്നെ പോലെ അതുപോലെ ഒന്നിന് ഒന്നോട് സാമ്യം, അതാണ് അനുരൂപം. ആമേൻ ആമേൻ. നമുക്കറിയാം, ആമേൻ, പഴയ നിയമം വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അനുരൂപം, സ്വന്തം സാദൃശ്യം എന്ന വാക്കിന് ആമേൻ എങ്ങനെ നമുക്കത് മനസ്സിലാക്കാമെന്ന് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ പറയുന്നു. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ആമേൻ ആമേൻ. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ആമേൻ. ഇവിടെ സ്വരൂപം അവനെ പോലെ. ഇപ്പൊ നമ്മൾ ആരെ പോലെയാണ് ആയിരിക്കുന്നത്? ക്രിസ്തുവിനെ പോലെ. ഇന്ന് പലവർക്കും ഈ ഒരു റെവലേഷൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ബൈബിളിൽ കർത്താവ് നമുക്ക് വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ പൂർണ്ണമായി പ്രാപിക്കുവാൻ കഴിയാത്തത്. ആമേൻ. നമുക്ക് ആ വാഗ്ദത്തം പൂർണ്ണമായി കഴിയാത്തത് എന്തെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളിൽ എവിടെയൊക്കെയോ നമ്മൾ അറിയാത്ത ഏതൊക്കെയോ ചില മേഖലകൾ അടിമത്വം നമ്മളെ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ്. ആമേൻ. അല്ലെങ്കിൽ ദാസ്യത്വം തിരിച്ചറിയണം. പഴയ നിയമത്തിൽ ആദിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഇപ്പോൾ നമ്മളാരാ? ദൈവത്തെ പോലെയാ. ആമേൻ. ആണിനെ മാത്രമാണോ ദൈവത്തെ പോലെ ആക്കിയത്? പെണ്ണിനെ മാത്രമാണോ ദൈവത്തെ പോലെ ആക്കിയത്? അല്ല, ആണും പെണ്ണും രണ്ടുപേർക്കും ഒരേപോലെ. ആമേൻ ആമേൻ. ഈ ഒരു പൊസിഷൻ കർത്താവ് നമുക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി തിരിച്ചു തന്നതാണ്. എന്ത് പൊസിഷൻ? ആദ്യത്തെ ആദാമിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വന്തം മക്കൾ എന്ന പൊസിഷൻ ഒടുവിലത്തെ ആദാമിലൂടെ നമുക്ക് തിരിച്ചു തന്നു. ആമേൻ ആമേൻ. ആദിയിൽ നഷ്ടപ്പെട്ട പൊസിഷൻ, മക്കൾ എന്ന പൊസിഷൻ, സൺഷിപ്പ് എന്ന പൊസിഷൻ, പുത്രത്വം എന്ന അവകാശം. ആമേൻ. ആദ്യത്തെ ആദാമ് നഷ്ടപ്പെടുത്തിയപ്പോൾ ഒടുവിലത്തെ ആദാമ് എന്തിലൂടെ നമുക്ക് തിരിച്ചു തന്നു? ക്രൂശിലൂടെ തിരിച്ചു തന്നു. ആമേൻ ആമേൻ ആമേൻ. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 13-ന്റെ താഴോട്ട് നമുക്ക് വായിക്കുമ്പോൾ പുത്രത്വത്തിലൂടെ, അതായത് മക്കൾ എന്ന പദവിയിലൂടെ ഇന്ന് പലർക്കും അറിവുണ്ട്, ഞാൻ മകനാണ്, ഞാൻ മകളാണെന്ന്. പക്ഷേ ഇതുവരെയും ആ സൺഷിപ്പിന്റെ പൊസിഷനിലോട്ട് ഇതുവരെയും കയറാൻ പറ്റിയിട്ടില്ല. ഞാൻ നിന്റെ മകളാണ്, അപ്പാ ഞാൻ നിന്റെ മകനാണ്. പക്ഷെ എന്തുകൊണ്ട് നിന്നെ യഥാർത്ഥമായ മകനും മകളും എന്ന പൊസിഷൻ വന്നെങ്കിൽ കർത്താവ് നിനക്ക് വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, വേദപുസ്തകത്തിൽ കർത്താവ് വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ പരിപൂർണമായി പ്രാപിക്കുവാൻ കഴിയും. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് എനിക്ക് വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് കർത്താവ് എനിക്ക് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആമേൻ. പുത്രൻ എന്ന പദവി, പുത്രൻ എന്ന പൊസിഷൻ ഈ നമ്മുടെ മേൽ ഇന്നും അമ്മൻ അത് വളരാതെ വണ്ണം, അത് നമ്മുടെ ദേഹത്തിൽ വളരാതെ വണ്ണം നമ്മളെ പിന്തുടർന്ന് വരുന്ന, വർഷങ്ങൾ കൊണ്ട് നമ്മളെ പിന്തുടർന്ന് വരുന്ന ചില അടിമത്വങ്ങൾ നമ്മളെ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ്. ആമേൻ. ഈ സ്ലേവറിംഗ് എന്ന് പറയുന്നത്, ഈ അടിമത്വങ്ങൾ പറയുന്നത് ഒരു ബോണ്ടേജ് ആണ്. ആമേൻ. സ്ലേവറിംഗ് എന്ന് പറയുന്നത് എന്താണ്? അടിമത്വം എന്ന് പറയുന്ന ഒരു ബന്ധനമാണ്, ഒരു ബോണ്ടേജ് ആണ്. ഈ അടിമത്വം നിന്നെ ഒരിക്കലും ഒരു ഫ്രീയിലേക്ക് ചലിപ്പിക്കത്തില്ല. ഈ അടിമത്തം നിന്നെ ഒരിക്കലും ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് ചലിക്കത്തില്ല. ഈ അടിമത്തം നിന്നെ ഒരിക്കൽ പോലും കർത്താവുമായുള്ള ഡയറക്റ്റ് ബന്ധത്തിലേക്ക് അടുപ്പിക്കത്തില്ല. ആമേൻ. ഇത് കേൾക്കുന്ന ആരുടെയൊക്കെ കർത്താവിന്റെ ആത്മാവ് പറയുന്നു, അങ്ങനെ ചില ബോണ്ടേജസുകൾ ആമേൻ വർഷങ്ങൾ കൊണ്ട് നിന്നെ കെട്ടി, നിന്നെ ഒതുക്കി, നിന്നെ ലിമിറ്റ് ചെയ്ത് നിൽക്കുന്ന ചില ബോണ്ടേജസുകൾ ആമേൻ പൊട്ടുന്ന പകലാണ്. റീബ ഷാധാന ബബ ബബ ലീബ ബബ സഖാന ബലബ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ ബോണ്ടേജസുകൾ പൊട്ടട്ടെ. റീബ ബബ ഷാധാന ബലബ ഓ റീബ ബബ ബബ ഷാധാന ബ റീബ ലബ ലീബ ലബ ഷാധാന ബ ഓ റീബ ലബ ഷാധാന ബ ഉറിബ ഹജുരി ബിനി ഖത്തല ഉണ്ടബല ദിഗലക തല വൈദഗല ബല 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 ബ റീബ ലബ ബല 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 ഷാധാന ബല ബ സിഖേനിയ തനിയ. സ്ലേവറിംഗ് എന്താണ്? അടിമത്തം. അടിമത്തം വേദപുസ്തകത്തിൽ 3 രീതിയിൽ സംസാരിക്കുന്നു. 1 ദാരിദ്ര്യം, 2 രോഗം, 3 പാപം, കുറ്റബോധം. ആമേൻ. ഈ 3 പോയിന്റ്സുകളാണ് ഇന്ന് പല ദൈവസഭയെയും ദൈവമക്കളെയും കുരുക്കിക്കളയുന്ന മേഖല എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന ദൈവസഭ ഇതിലല്ലെങ്കിൽ മറ്റൊന്നിലേക്ക് കുടുങ്ങി അടിമത്വമായിരിക്കുകയാണ്. ഈ ബോണ്ടേജസിനെ പൊട്ടിച്ച് പുത്രൻ എന്ന പദവിയിലോട്ട് വരാനാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. ആമേൻ ആമേൻ. എന്താണ് അടിമത്വം? 1 ദാരിദ്ര്യം, 2 രോഗം,
3 പാപം, കുറ്റബോധം. ആമേൻ, ആമേൻ, ആമേൻ. ഒന്നാമത്തെ വിഷയം ദാരിദ്ര്യം. ദൈവ വിഷയമായുള്ള സമ്പന്നത ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളുടെ ഇടയിൽ ദാരിദ്ര്യം എന്ന അടിമത്തത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. ആ ദാസ്യത്വത്തിലേക്ക് നമ്മൾ കുടുങ്ങിപ്പോയിരിക്കുന്നത്. ദൈവവിഷയമായ സമ്പന്നത എന്നുള്ള പദവി ആർക്കുള്ളതാണ്? ദൈവവിഷയമുള്ള സമ്പന്നത ആർക്കുള്ളതാണ്? കർത്താവിന്റെ മക്കൾക്കുള്ളതാണ്. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന അവന്റെ സ്വപുത്രൻ അവന്റെ ജീവനെ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ വിലപിടിപ്പുള്ള നമുക്കുള്ളതാണ് ദൈവവിഷയമായുള്ള സമ്പന്നത. എന്തുകൊണ്ട് ദൈവവിഷയമായുള്ള സമ്പന്നത നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നില്ല? നമ്മൾ ഇന്ന് ഇതിൽ ഏതോ ഒരു മേഖലയിൽ നമ്മൾ കുടുങ്ങിപ്പോയിരിക്കുകയാണ്. ഇതിൽ ഏതോ ഒരു മേഖലയിൽ നമ്മൾ അടിമ ആയിരിക്കുകയാണ്. ആ അടിമ ചങ്ങലകളെ കർത്താവ് ഇന്ന് പകൽക്കാലം പൊട്ടിക്കുവാൻ ആഗ്രഹിക്കുന്നു. എത്ര പേരായിരിക്കുന്ന സ്ഥലത്ത് ഏൽപ്പിച്ചു കൊടുക്കുന്നു. കർത്താവെ, ഞാൻ തിരിച്ചറിയുന്നു അപ്പാ, ഞാൻ ഇതിൽ ഏതൊക്കെ ഒന്ന് ഞാൻ കുടുങ്ങിപ്പോയി അപ്പാ, ഞാൻ സറണ്ടർ ചെയ്യുന്നു കർത്താവെ, ഞാൻ കുടുങ്ങിപ്പോയി. എൻ്റെ ഈ കുരുക്കുകളെ ഇന്ന് പൊട്ടിക്കുന്ന ആരെങ്കിലൊക്കെ സംസാരിച്ചാട്ടെ കർത്താവിനോട്. ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അമ്മേൻ നമുക്ക് യഥാർത്ഥ സൺഷിപ്പിലേക്ക്, യഥാർത്ഥ പുത്രൻ എന്ന പദവിയിലോട്ട് കയറണമെങ്കിൽ ഈ 3 അടിമത്വങ്ങൾ നമ്മളിൽ നിന്ന് പൊട്ടണം. അമ്മേൻ, അതിൽ നിന്ന് പൊട്ടാതെ നമുക്ക് ഒരിക്കലും കർത്താവിന്റെ പൂർണ്ണമായ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ സാധിക്കത്തില്ല. അമ്മേൻ, അമ്മേൻ. അത് സാധിച്ചില്ലെങ്കിൽ കർത്താവ് നമ്മളെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം നമുക്ക് ഒരിക്കലും നടത്തി കൊടുക്കുവാൻ സാധിക്കില്ല. അമ്മേൻ. എന്തിനാണ് കർത്താവ് നമ്മളെ ഭൂമിയിലാക്കി വെച്ചിരുന്നത്? അമ്മേൻ. എന്ത് കൊടുത്താണ്? അവന്റെ സ്വന്തം രക്തവും മാംസവും ജീവനും കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാണ്. അമ്മേ, അപ്പൊ നമ്മൾ ആരെയാണ്? വിലപിടിപ്പുള്ളതാണ്. അമ്മേൻ. അത് കൊടുത്താണ് നമ്മളെ വീണ്ടെടുത്തത്. അമ്മേൻ. എന്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തു? പാപത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തു, രോഗത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തു, ആമേൻ. ദാരിദ്ര്യത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തു, അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുത്തു. ആമേൻ. ആ വീണ്ടെടുപ്പിന്റെ വില എന്നിൽ പൂർണ്ണമാകണമെങ്കിൽ ഞാൻ അറിയാതെ ഇന്ന് എവിടെ കിടക്കുന്ന ഈ അടിമത്തങ്ങൾ പൊട്ടണം. അമ്മേ, ദാരിദ്ര്യം നമ്മുടെ ലൈഫിനകത്ത് എന്തുകൊണ്ട് കടന്നു വരുന്നു? ദൈവവിഷയമായുള്ള സമ്പന്നത ഇല്ലാത്തത് കൊണ്ടാണ്. അമ്മേ, ഈ ദൈവവിഷയമായ സമ്പന്നത എന്ന് പറയുന്നത് ആർക്കുള്ളതാണ്? പുത്രൻ പുത്രിയുള്ള പദവിയിലുള്ള ആളുകൾക്ക് ഉള്ളതാണ്. അമ്മേൻ, അമ്മേൻ. ഇന്ന് നമ്മൾ പറയും, കർത്താവേ, എന്റെ ദാരിദ്ര്യം മാറുന്നില്ലല്ലോ, ഞാൻ നിന്റെ പുത്രനല്ലേ, യേശുവിന്റെ നാമത്തിൽ സൂപ്പർ നാച്ചുറൽ മണി വരട്ടെ, സൂപ്പർ നാച്ചുറൽ വാതിൽ തുറക്കട്ടെ. അമ്മ തുറക്കില്ല. എന്തുകൊണ്ട്? നീ ഇന്നും ഈ ദാരിദ്ര്യം എന്ന ഫറവോൻ തേടി ചെയ്തു വരുന്ന ഈ അടിമത്തത്തിന്റെ ചങ്ങലയിലായിരിക്കുന്നത് കൊണ്ടാണ്. അമ്മ സമ്പന്നത, അമ്മ ദൈവവിഷയമായുള്ള സമ്പന്നത. ഇന്ന് ഒരുപാട് പേര് പ്രോസ്പെരിറ്റിക്ക് എതിരാണ്. ഭൂമിയിൽ എന്തിനാ നിന്നെ ആക്കി വെച്ചിരിക്കുന്നത്? സമൃദ്ധി അനുഭവിക്കാൻ, ദൈവവിഷയമായുള്ള സമ്പന്നത അനുഭവിപ്പാൻ. അമ്മേ, നമുക്ക് പഴയ നിയമത്തിൽ വരുമ്പോൾ ആദാമിനെ ഹവ്വയും ഉണ്ടാക്കി കർത്താവ് തോട്ടത്തിന്റെ നടുക്കാക്കി. എന്തിന് തോട്ടത്തിലാക്കിയത്? തോട്ടം എന്ന് പറയുന്നത് സമൃദ്ധമായ ഒരു തോട്ടമാണ്. അമ്മേൻ. അവിടെ ഇല്ലാത്ത ഫലങ്ങളില്ല, അവിടെ ഇല്ലാത്ത കാര്യങ്ങളില്ല, ഒന്നുമില്ല. ഇന്ന് സഭ തിരിച്ചറിയണം, കർത്താവ് നമ്മൾ ആക്കിയത് ദൈവവിഷയമായുള്ള സമ്പന്നത അനുഭവിക്കാൻ വേണ്ടിയാണ്, സമൃദ്ധി അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് സമൃദ്ധി? ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടിയുള്ളതാണ്. ആമേൻ. ദൈവരാജ്യത്തിന് വേണ്ടി കെട്ടുപണിക്കുള്ളതാണ്. നമുക്ക് വിഷയത്തിലേക്ക് കടന്നു വരാം. ദൈവവിഷയമായുള്ള സമ്പന്നത എന്ന വാഗ്ദത്തം നമുക്ക് വേദപുസ്തകത്തിൽ എവിടെയൊക്കെ ആമേൻ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. സങ്കീർത്തനം 112:2-3. അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. 9-ാമത്തെ വാക്യം. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു, അവൻ്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. അവന്റെ വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകുന്നു, അവന്റെ വീട്ടിൽ ദാരിദ്ര്യവും പട്ടിണിയും ഉണ്ടാകണമെന്നാണ് ബൈബിളിൽ കർത്താവ് നമുക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം.
ആമേൻ. കർത്താവ് നമ്മുടെ മേൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം പട്ടിണിയും ദാരിദ്ര്യവും ഉണ്ടാകുന്നതെന്നാണോ? സഭ ഇന്ന് തിരിച്ചറിയണം. ആമേ, ഈ ഒരു റെവലേഷൻ ഇല്ലാത്തത് കൊണ്ട്, ആമേ, ഈ ഒരു വെളിപ്പാട് ഇല്ലാത്തത് കൊണ്ട്, ആമേ, അനേകം പേര് ആമേ ഈ സത്യം എന്തെന്ന് മനസ്സിലാക്കാതെ കിടക്കുന്നു. ആമേ, ദൈവജനമേ, ഇന്ന് തിരിച്ചറിയണം. കർത്താവ് നമ്മളെ വിളിച്ചത് ദൈവ വിഷയമായുള്ള സമ്പന്നത അനുഭവിക്കാനാണ്. കർത്താവ് നമ്മളെ വിളിച്ചത് ഐശ്വര്യവും സമ്പത്തും നമ്മുടെ വീടുകളിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ആമേൻ, ആമേ. അടുത്ത് 2 കൊരിന്ത്യർ 9:8-9. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ഈ 2 വാക്യം വായിച്ചപ്പോഴത്തേനും ഈ സങ്കീർത്തനവും കൊരിന്ത്യരും എഴുതിയ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? നീതി. എങ്ങനെ നമുക്ക് ഐശ്വര്യം സമ്പത്തും വരും? നീതി എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. 2 കൊരിന്ത്യർ 5:21 വായിക്കണ്ട. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. എന്താണ് നീതി? ആമേ, പാപമറിയാത്തവനെ നമ്മൾ ചെയ്ത പാപത്തിന് പരിഹാരമായി, നമ്മൾ ചെയ്ത ദോഷത്തിന് പരിഹാരമായി, നമ്മൾ ചെയ്ത ശാപത്തിന് പരിഹാരമായി ഞാൻ ക്രൂശിക്കേണ്ടിടത്ത് എനിക്ക് പകരമായി ക്രൂശിലേറി അവന്റെ രക്തവും മാംസവും ജീവനും കൊടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങി. അതാണ് നീതി. ആമേൻ. ഇന്ന് സഭ തിരിച്ചറിയണം. ദൈവ വിഷയമായുള്ള സമ്പന്നത നമ്മൾ അനുഭവിച്ചില്ല എങ്കിൽ കർത്താവിന്റെ ക്രൂശീകരണത്തെ നമ്മൾ വിശ്വസിക്കുന്നില്ല എന്നുള്ളതിന്റെ അർത്ഥമാണ്. ആമേൻ. ദൈവ വിഷയമായുള്ള സമ്പന്നത അനുഭവിക്കാൻ വേണ്ടിയാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി ക്രൂശിൽ യാഗമായത്. ആമേൻ, ആമേൻ. ഇതിൽ നിന്നാണ് ആമേൻ സഭ തിരിച്ചറിയേണ്ടത്. ആമേൻ, എന്നെ എന്തിനാ വിളിച്ചത്? എന്തുകൊണ്ട് ഞാൻ ഇപ്പോഴും ദാരിദ്ര്യം അനുഭവിക്കുന്നു? കർത്താവിന്റെ ഈ ക്രൂശീകരണത്തെ, കർത്താവിന്റെ ഈ നീതിയോ ഏതൊക്കെയോ മേഖലകളിൽ നാം വിശ്വസിക്കാത്തത് കൊണ്ടാണ്. ആമേൻ. ഏതൊക്കെയോ മേഖലകൾ നാം വിശ്വസിക്കാത്തത് കൊണ്ടാണ് ഇന്നും നമ്മൾ ദാരിദ്ര്യത്തിൽ ആയിരിക്കുന്നത്. ആമേൻ, ആമേൻ. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിനോടൊന്ന് ക്ഷമ പറഞ്ഞാട്ടെ. കർത്താവേ, ഞാൻ ഏതൊക്കെയോ മേഖലയിൽ ആമേൻ ഞാൻ തെറ്റിപ്പോയി. കർത്താവേ, ഏതൊക്കെയോ മേഖലയിൽ ഞാൻ അറിഞ്ഞില്ല. കർത്താവേ, നിന്റെ വീണ്ടെടുപ്പിന്റെ വില ഞാൻ അറിഞ്ഞില്ല. അപ്പാ, ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ആമേൻ. ലിബശാധാന ബറകസിയാതനിയ. എങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് പുറത്തു വരാം? ആമേൻ, ആമേൻ. അവൻ എനിക്ക് വേണ്ടി ആമേൻ പാപമായുള്ള ഇപ്പോൾ നാം എന്തില്ല അടിമനുഖത്തിലല്ല. ആമേൻ. അവൻ എനിക്ക് വേണ്ടി പാപമായി എന്നുള്ളൊരു ചിന്ത. ആമേൻ. അവൻ എനിക്ക് വേണ്ടി പാപമായി എന്നുള്ളൊരു തോട്ട്, അതാണ് എന്നെ ആ അടിമനുഖത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ അടിമനുഖം എന്ന് പറയുന്നത് ദാരിദ്ര്യം. അവൻ എനിക്ക് വേണ്ടി പാപമായി, എൻ്റെ രോഗത്തിന് വേണ്ടി പാപമായി, എൻ്റെ ശാപത്തിന് വേണ്ടി പാപമായി, ദാരിദ്ര്യത്തിന് വേണ്ടി പാപമായി. ആമേൻ. ഇന്ന് ഞാൻ ഏതൊക്കെ മേഖലയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടോ? അമ്മേ, സഭ ഇന്ന് ചിന്തിക്കുക. ഇന്ന് ഞാൻ ഏതൊക്കെ മേഖലയിൽ ദാരിദ്ര്യത്തിന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് ക്രൂശിലൂടെ തന്ന ഈ വാഗ്ദത്തങ്ങൾ നാം വിശ്വസിക്കുന്നില്ല എന്നതിന്റെ അർത്ഥമാണ്. ഇന്ന് ഈ അടിമത്തത്തിൽ നിന്ന് പുറത്തു വരണം. കർത്താവേ, അമ്മേ, ഈ അടിമത്തത്തിൽ നിന്ന് ജനത്തെ പുറത്തു കൊണ്ടുവരണം. ആമേൻ, 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 ആമേൻ. ഞാൻ ഇനി ദാസിയല്ല എന്നുള്ള, ഞാൻ ഇനി ദാസനല്ല എന്നുള്ള ഏറ്റുപറച്ചിലാണ് കർത്താവിന്റെ പൊസിഷൻ. കർത്താവ് നമ്മളെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്ന പൊസിഷനിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത്. അമ്മേ, 2 കൊരിന്ത്യർ 8:9 സമ്പന്നത അനുഭവിക്കാൻ ക്രിസ്തു ദരിദ്രനായി തീർന്നു. ആമേൻ, ആമേൻ, ആമേൻ. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. തീരുമെന്നാണോ പറഞ്ഞിരിക്കുന്നേ? സഭ തീരുമെന്നാണോ പറഞ്ഞിരിക്കുന്നേ? തീർന്നു. ഇറ്റ്സ് ഓൾറെഡി ഡൺ. ചെയ്തു കഴിഞ്ഞു. നമ്മൾ സമ്പന്നതാകാൻ കരുതി അവൻ എന്തായി? ദരിദ്രനായി. തീരും എന്നല്ല പറഞ്ഞത്, അവിടെ തീർന്നു എന്നാണ് പറഞ്ഞത്.
ആമേൻ, ആമേൻ, ആമേൻ. ഇത് പറയുമ്പോൾ ചില കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ദാരിദ്ര്യങ്ങൾ തലമുറയായി കൈമാറി വരുന്ന ചില ദാരിദ്ര്യങ്ങൾ പൊട്ടുന്ന പകലാണ്. നിന്റെ ആഗമനത്തെ തടയുന്ന, നിന്റെ മുൻപോട്ടുള്ള ഗമനത്തെ തടയുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ ദാരിദ്ര്യമെന്ന ആ demonic attack-നെ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ I rebuke in the mighty name of Jesus. ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത് നമ്മളെ അടിമത്വത്തിലേക്ക് കുടുക്കുവാൻ ഡീമോണിക്കൽ വേൾഡിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ് ദാരിദ്ര്യം. ദൈവരാജ്യം ഉള്ളതുപോലെ ഡീമോണിക്കൽ വേൾഡും ആക്റ്റീവാണ്. ആമേൻ. നമ്മൾ ദൈവരാജ്യത്തിൽ ആക്റ്റീവ് ആകുന്നതിനേക്കാളും ഡീമോണിക്കൽ വേർഡിനകത്ത് ഡീമോണിക് സ്പിരിറ്റ് 24 hours ആക്റ്റീവ് ആയിക്കൊണ്ടേയിരിക്കും. ആമേൻ. ഇന്ന് സഭ തിരിച്ചറിയുക, ദാരിദ്ര്യം കർത്താവ് എനിക്ക് തന്നതാണ്, കർത്താവ് എന്നെ ഏൽപ്പിച്ച നുകമാണ്. ദാരിദ്ര്യം അനുഭവിക്കാനല്ല ക്രിസ്തു നിന്നെ വിളിച്ചത്. ദൈവ വിഷയമായുള്ള സമ്പന്നത അനുഭവിക്കാൻ വേണ്ടിയാണ്. പഠിപ്പീരുണ്ട്, ദാരിദ്ര്യം ക്രിസ്തുവിൽ അറിഞ്ഞ നിനക്ക് ദാരിദ്ര്യമാണ്. ക്രിസ്തുവിൽ അറിഞ്ഞ ദാരിദ്ര്യം എന്ന നുകം നീ ചുമന്നേ പറ്റൂ. ഞാൻ പറയുകയാണ്, ദാരിദ്ര്യം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൽ വരുന്ന പ്രോഡക്റ്റ് അല്ല ദാരിദ്ര്യം. ഡീമോണിക് വേർഡിന്റെ പ്രോഡക്റ്റ് ആണ് ദാരിദ്ര്യം. ആമേൻ. ഈ സത്യം സഭ ഇന്ന് തിരിച്ചറിയണം. ദാരിദ്ര്യം എന്നത് ഡീമോണിക് വേർഡിന്റെ പ്രോഡക്റ്റ് ആണെന്ന് തിരിച്ചറിയുന്നതിലൂടെയാണ് എന്നെ അതിൽ നിന്ന് സ്വാതന്ത്ര്യമുള്ളവനാക്കുന്നത്. ഇത് പറയുമ്പോൾ ചില ലോണുകൾ കർത്താവ് വേഗത്തിൽ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. വർഷങ്ങൾ കൊണ്ട് നിന്നെ ചുറ്റിക്കുന്ന, നിന്നെ കറക്കുന്ന ചില ലോണിന്റെ അടിമത്തങ്ങൾ ഈ പകൽക്കാലം പൊട്ടുകയാണ്. ചില ജപ്തിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കർത്താവിന്റെ അത്ഭുതകരം ഇറങ്ങുകയാണെന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ജപ്തിയുമായി നിന്നെ കേസിന് കുടുക്കാൻ നിൽക്കുന്ന ചില കുടുക്കുകളെ യേശുവിന്റെ നാമത്തിൽ, നസ്രയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സമ്പന്നതയെ ഞാൻ റിലീസ് ചെയ്യുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സകല കടങ്ങളും പൊട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ സകല പട്ടിണികൾ പൊട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ ദാരിദ്ര്യങ്ങൾ പൊട്ടട്ടെ. കരുണ എന്നെ ചൊരിഞ്ഞു, ചങ്ങു പിഴിഞ്ഞെടുത്ത കരകൾ കഴുകി കണ്ടാലോ ഇത്ര വലിയ കരുണ എന്നെ ചൊരിഞ്ഞു, ചങ്ങു പിഴിഞ്ഞെടുത്ത കരകൾ കഴുകി ആളൊഴിഞ്ഞ വീട് പോലിരുന്നെന്റെ ആയുസിനെ രാജകോലാഹലം കൊണ്ടു നിറച്ചു ദീപിപ്പിച്ചേ. ആനന്ദത്തോടെയാടും ആനന്ദത്തോടെയാടും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആനന്ദത്തോടെയാടും കാൽകൾ ആനന്ദത്തോടെയാടും. കൂടി നടന്ന കൂട്ടം പാതി വഴിയിട്ടോടി സങ്കടത്തെ സന്ധിച്ചു ഒറ്റപ്പെട്ടു പോയെന്നാലും കൂടെ നടന്ന കൂട്ടം പാതി വഴിയിട്ടോടി സങ്കടത്തെ സ്തംഭിച്ചു ഒറ്റപ്പെട്ടു പോയെന്നാലും സന്ധ്യകൾ വിലാപം വന്നു നിഴൽ മൂടിയാലും രാവിലെ ആനന്ദം കണ്ണിൽ മുമ്പിൽ നിലയാടും. ആനന്ദത്തോടെയാടും 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 കാൽകൾ ആനന്ദത്തോടെയാടും. ഓ ആനന്ദത്തോടെയാടും കാൽകൾ ആനന്ദത്തോടെയാടും ആനന്ദത്തോടെയാടും കാൽകൾ ആനന്ദത്തോടെയാടും. കൂടെ നടന്ന കൂട്ടം പാതി ോടി സങ്കടത്തെ സ്തംഭിച്ചു ഒറ്റപ്പെട്ടു പോയെന്നാലും കൂടെ
ആനന്ദമേ കണ്ണിൻ മുൻപിൽ വിളയാടും ആനന്ദത്തോടെ ആടും ആനന്ദത്തോടെ ആടും ആനന്ദത്തോടെ ആടും കാലുകൾ ആനന്ദത്തോടെ ആടും ആനന്ദത്തോടെ ആടും കാലുകൾ ആനന്ദത്തോടെ ആടും ആനന്ദത്തോടെ ആടും കാലുകൾ ആനന്ദത്തോടെ ആടും. ഇനി നമ്മൾ എവിടെയല്ല? ദാരിദ്ര്യത്തിലല്ല. നമ്മളിപ്പോ എവിടെയാണ്? ക്രിസ്തേശുവിന്റെ സമ്പന്നത അനുഭവിക്കുന്ന പുത്രത്വത്തിന്റെ രാജ്യത്തിലാണ്. പുത്രനാണ്, പുത്രിയാണ് നമ്മള്. ആമേൻ, ആമേൻ, ആമേൻ. യേശുവിന്റെ നാമത്തില് ആമേൻ. ഈ വെളിപ്പാടുകളെ തടയുന്ന സകല ഡീമോണിക്കൽ വേർഡിന്റെ അറ്റാക്സിനെ നസ്രനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തില് I break it the mighty name of Jesus. Amen. Jesus. വർഷങ്ങൾ കൊണ്ട് അമ്മേ ആത്മലോകത്തിലേക്ക് അമ്മേ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി കുടുക്കി കളയുന്ന അമ്മ ചില ദൈവദാസന്മാരെ കുടുക്കി കളയുന്ന കർത്താവ് അവരെ ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്ക് ഒത്തവണ്ണം എഴുന്നേറ്റ് വരാതെ വണ്ണം ചില ദൈവദാസന്മാരെ കുടുക്കി കളയുന്ന ദാരിദ്ര്യമെന്ന സ്പിരിറ്റിനെ നസ്രനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ I rebuke the mighty name of Jesus. Yes, hallelujah. യേശുവേ ദൈവദാസന്മാരെ ഒരു പരിധി കഴിഞ്ഞ് മുകളിലേക്ക് കയറാതെ വണ്ണം, ഒരു പരിധി കഴിഞ്ഞ് എഴുന്നേൽക്കുവാൻ കഴിയാതെ വണ്ണം, ഒരു പരിധി കഴിഞ്ഞ് അടുത്ത ഷിഫ്റ്റിലേക്ക് മൂവിങ്ങിനെ തടയുന്ന സകല ദാരിദ്ര്യത്തിന്റെ സ്പിരിറ്റിനെ I rebuke in the mighty name of Jesus. Amen. Jesus. Thank you, Father. Oh, Amen. ഇത് സഭയൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, എന്നെ നീ മകനും മകളുമാകേണ്ടതിനാണ് വിളിച്ചത്. ആമേൻ, ആമേൻ. ആമേൻ. പിശാചിന്റെ പ്രോഡക്റ്റ് ആയ രോഗം, പാപം, ദാരിദ്ര്യം, ഈ പ്രോഡക്ട്സിന് കർത്താവേ എനിക്ക് വേണ്ട കർത്താവേ. അപ്പൊ ഞാൻ ഇന്ന് ദൈവരാജ്യത്തിന്റെ മുന്നിൽ ആമേ സറണ്ടർ ആകുന്നു കർത്താവേ. ആമേ, ഞാൻ ഇന്ന് മക്കൾ എന്ന പദവിയിലേക്ക് കയറുകയാണ് കർത്താവേ. ഞാൻ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ നിന്റെ മകൻ എന്ന പദവി, നിന്റെ മകൾ എന്ന പദവി ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കർത്താവേ, ഇന്ന് ഞാൻ നിന്റെ സന്നിധിയിൽ മാനസാന്തരപ്പെടുന്നു കർത്താവേ. അപ്പാ ുള്ള നാമത്തിൽ നിന്ന് ആമേ ജനത്തിന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേ പൈശാചിക ആമേ രോഗം, ദാരിദ്ര്യം, പട്ടിണി, പാപം, കുറ്റബോധം, ഈ പ്രോഡക്ട്സിനെ യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ഈ ജനത്തിൽ നിന്ന് ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. അപ്പൊ ഇതൊരു നിരപ്പിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു കർത്താവേ.